കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ സർവ്വലോകത്തിലും പോയി സർവ്വ സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ഇത് ആത്മഭാരമുള്ള ഒരു ആഹ്വാനമായിരുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. നാം ദേശമെല്ലാം ഈ അത്ഭുതകരമായ സുവിശേഷത്തെ അറിയിപ്പാൻ കർത്താവ് നമ്മളെ ഏർപ്പാട് ചെയ്ത് അയച്ചിരിക്കുകയാണ് സുവിശേഷം അറിയിക്കാൻ. അങ്ങനെ ഈ ആത്മഭാരത്തോടെ രണ്ട് സഹോദരന്മാർ കഴിഞ്ഞ ദിവസം ഓങ്കോളിൽ ഞങ്ങളുടെ അടുത്തെത്തുവാൻ ഇടയായിത്തീർന്നു. അവർ ദേശത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് സുവിശേഷ പോസ്റ്ററുകൾ ഒട്ടിച്ചുകൊണ്ട് ഭാരതദേശമെല്ലാം ഈ സുവിശേഷം എത്തിക്കണം എന്ന ആഗ്രഹത്തോടെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. രണ്ടുപേരും ബൈക്കിൽ യാത്ര ചെയ്യുന്നു. എനിക്കൊരു അത്ഭുതമായി. ഇങ്ങനെ ഭാരമുള്ളവർ, സുവിശേഷത്തെക്കുറിച്ചൊരു ഭാരം നമുക്കെല്ലാവർക്കും ഉണ്ടായെങ്കിൽ, ഒരിക്കൽ അദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നു, അദ്ദേഹം മദ്യപാനിയായിരുന്നു, മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഇപ്പോൾ സുവിശേഷം വഹിച്ചുകൊണ്ട് ദേശത്തിൻ്റെ 4 ദിക്കിലേക്ക് ഓടുകയാണ്. വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു അവരുമായിട്ടുള്ള സംഭാഷണം. ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ ആർക്കും വേണ്ടാതെ എല്ലാവരും തൃണീകരിക്കപ്പെട്ട് കടന്ന ഈ സഹോദരനെ തൻ്റെ അമ്മ പോലും പറഞ്ഞു, ഞാൻ ഇവനെ പ്രസവിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെ, അങ്ങനെ ഒരു സഹോദരൻ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അത്ഭുതകരമായി ഉപയോഗിക്കപ്പെടുകയാണ്. ആ സഹോദരൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച ഭാരം നമുക്കിത് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു കൊള്ളാം. പല മതങ്ങളുമുണ്ട്, പക്ഷേ അവരാരും ചെയ്യാത്തതാണ് ഈ സുവിശേഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മതങ്ങൾക്കൊരിക്കലും മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല. മതത്തിൻ്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ മയക്കുമരുന്നുകൾക്ക് അടിമയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാനും ഒരു മതത്തിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ മതങ്ങളുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, മരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ആചാര്യന്മാർ അവനെ സ്വർഗത്തിലേക്ക് അയക്കുമെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ചിരുന്നു. ഞാൻ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല, മരണശേഷം എൻ്റെ ആചാര്യന്മാർ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് അയക്കും. അതുകൊണ്ട് തന്നെ ദുഷ്പ്രവർത്തികൾ ചെയ്ത്, എന്തിനേറെ ഞാൻ പറയട്ടെ, 2000 രൂപ കൂലി വാങ്ങിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ കാല് പോലും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനേക ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാനൊരു മയക്കുമരുന്ന് അടിമയായിരുന്നു. മയക്കുമരുന്നുകൾക്ക് പണം തികയാതെ വരുമ്പോൾ ഒരു ദിവസത്തെ കൂലി കൊണ്ട് എനിക്ക് മയക്കുമരുന്നിന് തികയത്തില്ലായിരുന്നു. അങ്ങനെ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കാനും അതുപോലെ മാലകൾ പൊട്ടിക്കാനും അതുപോലെ ഗുണ്ടാപ്രവർത്തനങ്ങൾ ചെയ്യാനും ഞാൻ പ്രേരിതനായി തീർന്നു. ഇതെല്ലാം ഞാൻ പഠിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് അടിപിടി കേസിൽ പോലീസ് എന്നെ ജയിലിലേക്ക് അയച്ചു. നമുക്കറിയാം, പോലീസുകാർ ഒരു മനുഷ്യനെ നന്നാക്കുവാൻ ആഗ്രഹിച്ച് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് ഒരു ദേശത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷൻ എത്ര പെരുകിയാലും പോലീസുകാരുടെ എത്ര മർദ്ദനമുറകളുണ്ടെങ്കിലും ഒരു മനുഷ്യനെയും മനുഷ്യനാക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയും. നമുക്കറിയാം, ഓരോ ദിവസവും പല വിധത്തിലുള്ള പീഡനങ്ങളും പല വിധത്തിലുള്ള ദുഷ്പ്രവർത്തികളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിത്തീരുന്നത്. എന്നെ ആദ്യമായിട്ട് ഒരു അടിപിടി കേസിൽ പോലീസുകാർ എറണാകുളം സബ് ജയിലിലേക്ക് അയച്ചു. കോടതി എന്നെ സബ് ജയിലിലേക്ക് അയച്ചു. അങ്ങനെ കോടതി എന്നെ സബ് ജയിലിലേക്ക് അയച്ചപ്പോൾ 14 ദിവസം 9ഓളം തടവുകാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ 9ഓളം തടവുകാരോടുകൂടെ ആദ്യമായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഭയത്തോടെയാണ് അവിടെ കടന്നു ചെന്നത്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, ഏറ്റവും നല്ല സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ജയില്. നല്ല ഫുഡ്, എൻ്റെ വീട്ടിൽ ആട്ടിറച്ചി ഒരിക്കലും ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് ഞാൻ ആടിനെ കറി വെച്ച് ഭക്ഷണം കഴിച്ചത് അത് ജയിലിൽ വെച്ചായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 50 ഗ്രാം ആട്ടിറച്ചി തൂക്കി തരുമായിരുന്നു. അതൊക്കെ എനിക്ക് ഒരു അത്ഭുതമായിരുന്നു. ഞാൻ വിചാരിച്ചു, ഇത്രയും നല്ല ഫുഡ് കിട്ടുന്നെങ്കിൽ പിന്നെ എന്നും ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പുറത്തിറക്കിക്കൊണ്ട് പോയാലും വീണ്ടും വരുന്ന അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ആദ്യമായി ജയിലിൽ പോയ ഞാൻ 9ഓളം തടവുകാരോടുകൂടെ 14 ദിവസം കിടക്കുന്ന സമയത്ത് ഈ തടവുകാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ തമ്മിൽ പറഞ്ഞ് അങ്ങനെ ഞാൻ പോക്കറ്റടിക്കാൻ പഠിച്ചു. ഒരു
ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് അതിവിദഗ്ധമായി മാല പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അനേകം സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുവാനിടയായിത്തീർന്നു. അതുപോലെ അനേകരുടെ പോക്കറ്റ് അടിക്കുവാനിടയായിത്തീർന്നിട്ടുണ്ട്. അനേകരെ പല വിധത്തിൽ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു പറിക്കാനിടയായിത്തീർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോടതി എന്നെ നല്ലവനാക്കുവാനായിട്ടാണ് ജയിലിലേക്ക് വിട്ടത്. പക്ഷേ ജയിലിൽ ചെന്നതിന് ശേഷം കൂടുതൽ കുറ്റകൃത്യങ്ങൾ പഠിച്ച് ധൈര്യശാലിയായി ഒരു എക്സ്പെർട്ട് കള്ളനായി ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ നന്നാക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഒരിക്കൽ എൻ്റെ അമ്മ വളരെ നിലവിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ എന്നോട് പറഞ്ഞു, പൊന്നുമോനെ, നിന്നെ പ്രസവിച്ചു പോയതാണോടാ ഞാൻ ചെയ്ത അപരാധമെന്ന് ചോദിച്ച് എൻ്റെ അമ്മ അലറിക്കരഞ്ഞ് എൻ്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, നീ എന്നെ കൊന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, നിന്നെ പ്രസവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ കരയാനിടയായിത്തീർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ അമ്മയുടെ കണ്ണുനീരിന് ഒരിക്കലും എൻ്റെ ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസുകാർ എന്നെ ഇരുത്തിയും കിടത്തിയും കെട്ടിത്തൂക്കിയും മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും എന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ പോലീസുകാർ എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ അവരെ എൻ്റെ കയ്യിലിരുന്ന ഒരു കത്തിയെടുത്ത് കുത്തുവാനിടയായിത്തീർന്നു. എന്ന് വെച്ചാൽ ഇത്രയും ദുഷ്പ്രവൃത്തി ചെയ്തിരുന്ന എന്നെ രക്ഷിക്കുവാനായിട്ട് പോലീസുകാരുടെ മർദ്ദനമുറകൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞാൻ അവരെ മർദ്ദിക്കുന്നവനായി തീരുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവദാസന്മാർ വഴിയോരങ്ങൾ കടന്നു വന്ന് യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനുണ്ട് എന്ന് പ്രസംഗിക്കുവാനിടയായിത്തീർന്നു. മരണശേഷം അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിച്ചു. അതുപോലെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ഉണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ മരണശേഷം ന്യായവിധി ഉണ്ടെന്ന് ദൈവദാസന്മാർ പഠിപ്പിച്ചത് മുഖാന്തരം ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. എൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായവിധി ഉണ്ടായാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലായി. അപ്പോഴാണ് സുവിശേഷകർ എന്നോട് പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെയാണ് പ്രതിഫലം ഉണ്ടാകുന്നതെന്ന്. ആചാര്യന്മാർ പ്രാർത്ഥിച്ച് ഒരിക്കലും സ്വർഗത്തിലേക്ക് അയക്കത്തില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രവൃത്തിക്കനുസരിച്ച് ന്യായവിധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ പാപത്തിന് പരിഹാരം എന്തായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ വിശുദ്ധ ബൈബിൾ കൂടുതൽ ആഴമായി പഠിക്കാൻ തുടങ്ങി. ദൈവദാസന്മാർ പറയുന്നത് കൂടുതൽ ആഴമായി ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിന് വലിയൊരു മാറ്റം വന്നു. ഞാൻ ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നുകളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ എനിക്ക് കിട്ടി. നിങ്ങൾക്കറിയാമോ, ക്യാൻസർ രോഗികൾ മരിച്ചു പോകുന്നതിന് മുൻപ് വേദനയില്ലാതെ മരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കുന്ന മാരകമായ മയക്കുമരുന്നുകളാണ് ഞാൻ എൻ്റെ കൈകളിൽ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഭ്രാന്തന്മാർ ഭ്രാന്തുമൂത്ത് അവരെ മയക്കിക്കെടുത്തുവാൻ കൊടുക്കുന്ന ആ ഗുളികകൾ ഞാൻ മയക്കുമരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇതിൽ നിന്നൊന്നും ഒരു മോചനമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ജീവിച്ചിരുന്നു. എൻ്റെ 4 കൂട്ടുകാർ ആത്മഹത്യ ചെയ്തു മയക്കുമരുന്നുകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കാതെ. പക്ഷേ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ദൈവദാസന്മാർ വന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവവചനം പറയുന്നത് സത്യമാണ്. എൻ്റെ അപ്പനോടോ അമ്മയോടോ ചോദിച്ചാൽ അവർ പറയും, യേശു ക്രിസ്തുവാണ് എൻ്റെ മകനെ രക്ഷിച്ചതെന്ന് പറയും. ഇന്ന് എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഭ്രാന്തിയെ പോലെയാണ് എൻ്റെ അമ്മ ജീവിച്ചിരുന്നത്. എന്നെ കൊണ്ട് സ്വസ്ഥതയില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മയക്കുമരുന്നുകൾ ഉപേക്ഷിക്കുവാനും എൻ്റെ ജീവിതത്തെ ഒരു മനുഷ്യനാക്കി തീർക്കുവാനും സുവിശേഷത്തിന് കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലുള്ള വസ്ത്രധാരണം ഒന്നും എനിക്കില്ലായിരുന്നു. ഒരു മുടിയെല്ലാം വളർത്തി ഒരു ഭ്രാന്തനെ പോലെ മനുഷ്യർ പാർക്കാത്ത കെട്ടിടങ്ങളിലും കാടുകളിലും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ സുവിശേഷകർ വന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യേശു പറയുന്നു, ഞാൻ വിശുദ്ധനായകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന്. അപ്രകാരം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലെ മർദ്ദനമുറകൾക്കോ കോടതികൾക്കോ പോലീസുകാർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റുവാൻ കഴിയാത്തത് കൊണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് അതിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വചനം ലോകത്തിലുള്ള എല്ലാവരോടും പറയാൻ കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ 1.5 വർഷക്കാലമായി ഞങ്ങൾ ഡൽഹി, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ
ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. കർത്താവിൻ്റെ വരവ് വീണ്ടും അടുത്തിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ രക്ഷയെ കരസ്ഥമാക്കിയില്ല എങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് ന്യായവിധിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പാപം വിട്ട് വിശുദ്ധനായ ദൈവത്തോട് ചേരണമെങ്കിൽ പാപം വിട്ട് ജീവിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം ഒരുക്കുന്ന പ്രിയ സാബു വർഗീസ് പാസ്റ്ററിനോടും കുടുംബത്തോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.